ചില യാത്രകൾ അങ്ങനെയാണ്. ചില മാറ്റങ്ങൾ നമ്മളിലുണ്ടാക്കും. അതുപോലൊന്നാണ് ഇക്കിയുടെ ഫാമിലിയിൽ നിന്നും ഞങ്ങൾക്കുണ്ടായത്. വെൽക്കം ബാക്ക് ടു എക്കോ ട്രേസ്. ഞങ്ങൾ അന്ന് അവിടെ എത്തിയുള്ള യുക്കിയുടെ വീട്ടിന്റെ പുറകിലുള്ള സ്നോ ഏരിയ കളിക്കാൻ വിളിച്ചു. ഇതിന്റെ ആദ്യത്തെ സ്നോ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രഷ് ആയിട്ടുള്ള സ്നോ ആയതുകൊണ്ട് സ്ലൈഡ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. യുക്കി ഞങ്ങളും കൂടെ അവർക്ക് കളിക്കാൻ എല്ലാം സെറ്റ് ചെയ്തു. അതിനിടയിലാണ് ഞങ്ങൾ കുറച്ച് കാൽപ്പാടുകൾ ശ്രദ്ധിച്ചത്. അത് ശരിക്കും അവിടെ വരുന്ന ഈ വൈൽഡ് ബോർ അല്ലെങ്കിൽ കാട്ടുപന്നിയുടെയാണ്. അവരതിനെ ഹണ്ട് ചെയ്ത് അവരുടെ ഡിന്നറിൻ്റെ കൂടെ കഴിക്കാറുണ്ടായിരുന്നു. വേദന ആദ്യം കുറച്ച് മടിയായിരുന്നെങ്കിലും സക്കു ഉള്ളതുകൊണ്ട് അവൻ്റെ കൂടെ അങ്ങ് കൂടി. അങ്ങനെ സക്കുവും വേദവും കൂടെ കുറേ നേരം കളിച്ചു. കളിച്ച് കളിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. ഈ സമയത്തൊക്കെ യുക്കിയുടെ വൈഫ് എറുത്തോ ഡിന്നർ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അവരുടെ ചുറ്റുമുള്ള സ്ഥലത്തെക്കുറിച്ചും അവരുടെ കൃഷി രീതികളെ കുറിച്ചും ഒക്കെ യുക്കി കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. അവർ സീസൺ മാറുമ്പോൾ അവരുടെ കൃഷി രീതിയും മാറ്റും. സമ്മറിൽ അവർ ചെറിയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മളെപ്പോലെ തന്നെ നെൽകൃഷിയും ഉണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് സത്തോയാമ എന്നാണ്. സത്തോ എന്ന് പറയുമ്പോൾ വില്ലേജ് എന്ന്, യാമ എന്ന് പറയുമ്പോൾ മൗണ്ടൻസ് എന്നാണ്. വില്ലേജ് ക്ലോസർ ടു മൗണ്ടൻസ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തെ സത്തോയാമ എന്ന് വിളിക്കുന്നത്. ഇതിവിടെ ആകെ 40 ഫാമിലിയുണ്ട്. പിന്നെ ഈ ഫാമിലികളിലും വെച്ച് ആകെ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളാണ് നമ്മുടെ ഈ സക്കോ വൈത്തോ. ജപ്പാന് പൊതുവെ ഉള്ള ഒരു ഓൾഡ് ഏജിങ് പോപ്പുലേഷൻ ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെട്ടു. ഏകദേശം 200 വർഷത്തോളം വഴക്കമുള്ള വീടുകൾ വരെ അവിടെ ഉണ്ട്. ആളുകൾ അവിടെ കുറേ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം ടോക്കിയോ, ക്യോട്ടോ പോലുള്ള സ്ഥലങ്ങളിൽ ജോലിയുടെ ആവശ്യത്തിനായി പോകും. പിന്നെ അവിടെ അങ്ങ് സെറ്റിലാണ്. യുക്കി ഞങ്ങളെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബോർഡ് ഗെയിംസിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞങ്ങളത് കളിക്കാൻ തുടങ്ങി. കളിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോഴേക്കും ഡിന്നർ ടൈമായി. ഡിന്നറിൽ നമുക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ കിച്ചണിൽ തീരെ കയറി ശീലമില്ലാത്തതുകൊണ്ട് ഭാഗ്യത്തിന് അവിടെ മുട്ട ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി നാണം കെടാതെ രക്ഷപ്പെട്ടു. പിന്നെ ഡിന്നറിൻ്റെ ഇടയിൽ യുക്കി അവരുടെ വില്ലേജിനെ കുറിച്ചും അവരുടെ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഒത്തുചേർന്ന് പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി 12 മണിയാവാറ്. ഞങ്ങളുടെ വേദുവിൻ്റെ ബർത്ത്ഡേ ആവാറായി. മാക്സിമം മെമ്മറബിൾ ആയിട്ടാണ് യുക്കി അടുത്ത് എല്ലാം അറേഞ്ച് ചെയ്തത്. ഇതെല്ലാം നടക്കുമ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഫോണേ യൂസ് ചെയ്തിട്ടില്ല. അത്രയ്ക്ക് ഇമ്മേഴ്സീവ് ആയിരുന്നു ഓരോ മൊമെന്റും. ശരിക്കും ഇതൊരു വലിയ ഐ ഓപ്പണിംഗ് മൊമെന്റ് ആയിരുന്നു ഞങ്ങൾക്ക്. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കും.